ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് നെക്ക് ഡിസൈനാണ് കേട്ടോ. നെക്ക് ഡിസൈൻ എന്നല്ല, നമ്മൾ സാധാരണ സ്ക്വയർ നെക്കാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ അത് വൈഡ് ആവാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന, ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ നെക്കാണല്ലോ ഏറ്റവും പ്രശ്നമായിട്ട് എല്ലാവർക്കും തോന്നാറുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തുടക്കത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വലിഞ്ഞു പോയാൽ തന്നെ നമുക്കത് ഭയങ്കര വൈഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതില്ലാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാറുള്ളത്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതാണല്ലോ ഒരു ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ, നെക്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ടോപ്പിൻ്റെ ആ ഒരു ഫ്രോക്ക് നൈറ്റിക്കാണ് കേട്ടോ, സോറി, നൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്യണത്. അപ്പോൾ അതിൽ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെക്ക് മാത്രമാണ് ഇതിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നെക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേറെ ക്ലോത്തിൽ വെച്ചിട്ട്. അപ്പം 3 ഇഞ്ച് വിഡ്ത്തിൽ നെക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത്, 2.5 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ ആദ്യം നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ തന്നെ 6 ഇഞ്ചോളം വിഡ്ത്തിലും നമ്മളതൊന്ന് ലെങ്ത്തിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 5.5 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ ഒന്നിങ്ങനെ സ്ക്വയറിലാക്കി വരച്ച് കൊടുക്കാം. സ്ക്വയർ നെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് ഉള്ളിലോട്ട് കയറ്റി വരച്ച് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് അങ്ങനെ നീക്കിയിട്ട് ഉള്ളിലോട്ട് കയറ്റി വരച്ച് കൊടുക്കണം. നമ്മൾ സ്ക്വയർ നെക്ക് വൈഡായി പോവാതിരിക്കാനായിട്ട്, ആ ഒരു പോർഷനിലാണല്ലോ ഏറ്റവും കൂടുതൽ വൈഡായി പോകണത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൗണ്ട് നെക്കിനേക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക സ്ക്വയർ നെക്കോ അല്ലെങ്കിൽ വി നെക്കൊക്കെ ആകുമ്പോൾ വൈഡായി പോവോ അല്ലെങ്കിൽ കൂടുതലായി പോവോ അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ വൈഡായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ഇവിടെ 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് ആദ്യം ഞാൻ ഒരു 2 തവണ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തോട്ടെ. പിന്നെ ഞാൻ ആ ഒരു നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വെച്ചില്ലേ, ആ രീതിയിലല്ല നമ്മൾ സ്ക്വയറാക്കി വരച്ച് കൊടുക്കേണ്ടത്. നമ്മൾ പുറത്തത്തെ ആ ഒരു ലൈനില്ലേ, ആ ലൈനിലാണ് നമ്മൾ 2 ഇഞ്ച് നീക്കിയിട്ട് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ആദ്യം ഞാൻ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാൻ നോക്കിയത് കേട്ടോ. പിന്നെ പിന്നെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്ക്വയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. താഴോട്ടും ഒരു 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ഇതൊരു ചെരുവ് പോലെ തോന്നുന്നത്. ഇപ്പോൾ എനിക്കത് അത്രയാണ്ട് ഭംഗിയായിട്ട് തോന്നിയില്ല. ഞാൻ കറക്റ്റാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്തത്. കണ്ടില്ലേ, അപ്പോൾ താഴോട്ടേക്കും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. 2 ഇഞ്ചല്ല, സോറി, 2.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് പോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈൻ വരുന്ന ഭാഗമല്ല കേട്ടോ നമ്മൾ പുറത്തോട്ട് വയ്ക്കുന്നത്, അത് ഉള്ളിലോട്ട് പോവും. ആ ഒരു ബ്ലാക്ക് മാത്രം കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാൻ പുറത്തോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് വരുന്നൊരു ഡിസൈനർ നൈറ്റിയുടെ നെക്കായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാക്കിലാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നത്, ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ആദ്യം. ഇനി ഉള്ളിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ഉദ്ദേശിക്കുന്ന ലൈസാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ലൈസ് ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സ്ക്വയറിനൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെട്ടുമ്പോഴാണെങ്കിലും നമുക്കങ്ങനെ ഒത്തിരി വൈഡായി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പൈപ്പിംഗ് പോലെ ആ ഒരു ലൈസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സാധാരണ നൈറ്റിയിലൊക്കെ വെക്കുന്ന ലൈസ് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു ലൈസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു നല്ല മെറ്റീരിയൽ കാണിച്ചു തരാം. അതിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, നമ്മൾ തിരിച്ച് വെക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് മറിച്ചടിക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരിക. അധികം വൈഡല്ല, ഒന്നല്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ടെൻഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നല്ല ക്ലോത്തിലും ഇതേപോലെ നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നെക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ, അപ്പോൾ വലിച്ചൊക്കെ പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഞാനൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെടുത്തിട്ടുള്ള ഒരു ലേസിന് പകരം നമുക്ക് ക്ലോത്തിൽ തന്നെ പൈപ്പിംഗ് ത്രെഡൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ലേസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലേസിൻ്റെ നല്ല വശം ചീത്ത വശം ഉണ്ട്. അതിൽ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ടായിട്ട് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ എൻഡിലെത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മളൊന്ന് ചെരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻഡിലെത്തുമ്പോഴും നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഈ ലൈസിനെ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലൈസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതായത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു കോർണറുകൾ വരുന്നില്ലേ, ആ കോർണറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്ത് കേട്ടോ, അവിടെ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ അത് ചെയ്യണില്ല കേട്ടോ. ഞാനത് നമ്മൾ നല്ല ക്ലോത്തിലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ, അല്ലാതെ രണ്ട് സ്റ്റിച്ചായിട്ട് കൊടുക്കണില്ല. ചില സമയത്ത് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മളത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പതിച്ച് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല ക്ലോത്തിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് അതിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശത്തോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശം എടുക്കാം. ചീത്ത വശത്ത് വെച്ചിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ എടുക്കുക, നല്ല ക്ലോത്ത് എടുക്കുക. നല്ല ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശം ഇതുപോലെ വയ്ക്കുക. ചീത്ത വശം വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്റർ ആദ്യം ഒന്ന് കാണാം. എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ കണ്ടതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കറക്റ്റ് സെൻറ്റർ ആദ്യം കാണുക. കണ്ടിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു അകലം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. രണ്ട് സൈഡിലോട്ടും ആ അകലം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ 2.5 ഇഞ്ചാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2.5 ഇഞ്ച് രണ്ട് സൈഡിലോട്ടും സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നെക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ നെക്ക് ഇങ്ങനെ നല്ല ക്ലോത്തിൻ്റെ ചീത്ത വശത്തോട്ട് നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു സ്ക്വയർ നെക്ക് വരുന്നില്ല, ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു എൻഡിലെത്തുമ്പോൾ നമ്മളൊന്ന് കുത്തി നിർത്തിയിട്ട് വീണ്ടും ചെരിച്ച് സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും അവിടെ നിന്ന് കുത്തി നിർത്തിയിട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അറിയാതെ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നെക്ക് ഉണ്ടാവുക. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ മാറ്റിക്കളയുന്നുണ്ട്. ആ സ്റ്റിച്ചിലൊന്നും തട്ടാതെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കോർണറിൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡിലും കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി. സ്ക്വയർ നെക്ക് ആകുമ്പോൾ ആ ഒരു കോർണറുകൾ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ റൗണ്ട് നെക്കിൻ്റെ പോലെ നിറയെ കട്ടിങ്ങുകളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ആ ഒരു കോർണറിൽ രണ്ട് കോർണറിലും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിൽ തട്ടരുത് കേട്ടോ. സ്റ്റിച്ചിൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും.
അപ്പോൾ അത് സ്റ്റിച്ചിൽ തട്ടാതെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മറിച്ചിട്ടെടുക്കാം. ഈ നെക്കിനെ നേരെ മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇങ്ങനെ നീങ്ങി പോവുക അല്ലെങ്കിൽ ആ ഒരു നെക്ക് വൈഡായി പോവുക അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. ഒത്തിരി ഇങ്ങനെ വൈഡായി പോവാതെ. ഇപ്പോൾ ഇതിൻ്റെ അകലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ അകലം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ അകലത്തിൽ തന്നെ നമുക്കിത് കിട്ടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളിലോട്ട് മറിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഉള്ളിലോട്ടും ഇതേപോലെ തന്നെ മറിച്ചടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്ക്വയർ നെക്ക് റൗണ്ട് നെക്കിനേക്കാളും ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുക ഈ ഒരു ഇതൊക്കെ തന്നെയായിരിക്കും. സ്ക്വയർ നെക്ക് അല്ലെങ്കിൽ വി നെക്കൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ എന്താ അവിടെ ഇത് മുഴുവനായിട്ട് ഇനി അതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നെക്കിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്കും നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു പൈപ്പിംഗ് കൊടുത്തതിൻ്റെ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു അരികുവശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അരികുവശമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം പതിച്ച് സ്റ്റിച്ച് ചെയ്തവർക്ക് എളുപ്പത്തിൽ തന്നെ വേഗം ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കോർണറൊക്കെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് ചെരിച്ച് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നെക്ക്. ഇനി നമുക്ക് ഇതിൽ ചെറിയ എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ അതൊന്നും ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയൊരു ഇതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതായത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും നെക്ക് കാണിച്ചു തരാം. നെക്കിൻ്റെ വിഡ്ത്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതുപോലെയാണ് വരുന്നത്. കണ്ടില്ലേ 5.5 ഇഞ്ചൊക്കെയാണ് നമുക്ക്. 6 ഇഞ്ച് തികച്ച് വരുന്നില്ല കേട്ടോ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇത്. എന്തായാലും 2.5 ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ 5 ഇഞ്ചാണല്ലോ കറക്റ്റ്. 5 ഇഞ്ചാണ് വരിക നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തായാലും ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് കുറച്ച് പോവും. അപ്പോൾ ഒരു 5.5 ഇഞ്ചൊക്കെ എന്തായാലും ഒരു നെക്കിനുണ്ടാവും. ആ അകലം ഞാൻ ഇതിന് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇത് നൈറ്റി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലി എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യണം, ഹാൻഡ് വർക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കി വെക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.